സാലറിയേക്കാൾ കൂടുതൽ എനിക്ക് ഒരു മാസം EMI ഉണ്ട്. വെരി ഗുഡ്, ക്യാമറ മേനോൻ കാനോണിന്റെ R6 Mark II. കരാ വിത്ത് ഫ്രണ്ട്സിന്റെ സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ ഇന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ആ സീരീസിൽ എൻ്റെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയാം. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. മഴയത്ത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നതാണ്. മഴ മൂഞ്ചിച്ചു. നമ്മളൊരു 4 മണി തൊട്ട് വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ഒന്ന് തൂളിപ്പോയി. നമുക്ക് ഉദ്ദേശിച്ച രീതിക്കുള്ള മഴയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ വന്നതിന് നമ്മൾ വിചാരിച്ചു ഒരു പോഡ്കാസ്റ്റ് ഫ്രണ്ട്സ്. യെസ്, ഒബ്വിയസ്ലി. സോ ഇതാരാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ക്യാമറ മേനോൻ. സോ ഇവരാണ് എൻ്റെ വീഡിയോസൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഗിവ് അവേ ആണെങ്കിലും അല്ലാണ്ട് കുറേ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. മറ്റേ സീരീസൊക്കെ എൻ്റെ ഫോണിൽ കുഞ്ഞി ഫോണിൽ എടുക്കണേ. ബട്ട് നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും അത് ഇവൻ്റെയിലേക്ക് നമ്മൾ കൊടുക്കും അങ്ങോട്ട് വിത്ത് മണി. സോ നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്നിൻ്റെ പുറകെ എല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് ആർക്കും ഒന്നിനൊരു സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നമ്മൾ പരിചയപ്പെട്ട് വീഡിയോ എടുക്കാൻ ഒരു 6 മാസത്തോളമായി. പക്ഷേ 6 മാസം കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് 1500 ഫോളോവേഴ്സും നിനക്ക് അറൗണ്ട് 3000 സമയത്തൊക്കെ അത്രേ ഉള്ളായിരുന്നുള്ളൂ. പരിചയപ്പെട്ട സമയത്ത് 3000 ഉള്ളൂ. ബട്ട് ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേനും 6000 എത്തി. ഇപ്പോൾ 35,000 ഫോളോവേഴ്സും എനിക്ക് 10,300 ഫോളോവേഴ്സ് ആയി നിൽക്കുവാണ്. പിന്നെ ഞാൻ നോക്കിയിട്ട് എന്ത് പരിപാടികളാണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്ക് മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിക്ക് കാര്യങ്ങൾ ചെയ്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ നന്നായിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് ഒരാൾക്ക് മാത്രം നഷ്ടം എന്നുള്ള സ്കീം വരുമ്പോഴത്തേനുമാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ MJ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതുകൊണ്ട് വീഡിയോ എടുത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ MJ അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ MJ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് എനിക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കി തരാം. ഇപ്പോൾ ഒരു മ്യൂച്വലി രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ഇപ്പോൾ നിൻ്റെ എത്ര പേര് ബ്രോ ഉപയോഗിക്കണ ക്യാമറ ഏതാ, അല്ലെങ്കിൽ ആ പുള്ളി ഉപയോഗിക്കണ ക്യാമറ ഏതാ, അല്ലെങ്കിൽ ആരാ വീഡിയോ എടുത്ത് തരുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. അത് നീയായിട്ട് ഒരു ബന്ധമില്ലാത്ത ജിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ചോദിക്കണേ. ഫ്രീ ചെയ്ത് കൊടുക്കാറുണ്ട് പലർക്കും നിൻ്റെ കാര്യങ്ങൾ. സോ ആ ഒരു മ്യൂച്വൽ സംഭവം വേണം. അല്ലെങ്കിൽ പിന്നെ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ റീച്ചിൻ്റെ കാര്യത്തിൽ എങ്ങനെ വ്യത്യാസമുണ്ടോ? എനിക്ക് അത് ഓരോ അൽഗോരിതം വെച്ചിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, അൽഗോരിതം നമ്മുടെ ആൾക്കാർ ക്വാളിറ്റി മാറുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് ഇന്നും കൂടി ഒരു ഇത് വന്നിട്ടുള്ളൂ. ബ്രോ എക്സ്പോർട്ട് ചെയ്യണ മറ്റേ ഇതൊക്കെ ഏതാ, സെറ്റിങ്സ് ഏതാ, ബ്രോ യൂസ് ക്യാമറ ഏതാ, ഐഫോണിലാണോ എടുക്കുന്നത്, അങ്ങനെയാണോ എന്നുള്ള കേസൊക്കെ അങ്ങനെ എൻക്വയറി വരാറുണ്ട്. പ്രൊഫൈൽ എൻക്വയറി വരുന്നവരോട് പറയാനുള്ളത്, ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ക്യാമറ, കാനോണിൻ്റെ R6 Mark II. ഇത് 24 മെഗാ പിക്സലിൻ്റെ ഒരു ഫുൾ ഫ്രെയിം സെൻസറുള്ള 2 ലക്ഷം രൂപ ബോഡിക്ക് മാത്രം വിലയുള്ളൊരു ക്യാമറയായിട്ട് ഇതാണ് ഇതിൻ്റെ സെൻസർ. സെൻസർ ഇത് അത്യാവശ്യം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഷട്ടർ എടുത്തതെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ നമുക്ക് 40 ഫോട്ടോസ് വരെ എടുക്കാൻ പറ്റും. സെക്കൻഡിൽ 40 ഫോട്ടോ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഇലക്ട്രോണിക് ഷട്ടർ മാറ്റിയിട്ട് നേരെ മെക്കാനിക്കൽ ഷട്ടറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ 12 ഫോട്ടോ എടുക്കാൻ പറ്റും. മെക്കാനിക്കലായില്ലേ? സൗണ്ടൊക്കെ ഇഷ്ടമാണ്. കാനോണിൻ്റെ അതൊന്നും കുഴപ്പമില്ല. സോണീൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കാനുള്ളൂ ഈ സൗണ്ട് ഒക്കെ. ഈ വീഡിയോയിൽ ആദ്യമായിട്ട് വൈറലായി പോയി. ഞാൻ ഇതാണ് ശരിക്കും വൈറലായി തോന്നുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും ആദ്യമായിട്ട് ഈ ഫീൽഡിലാണെന്ന് അറിയപ്പെട്ടാനായിട്ടുള്ള സംഭവം തോന്നുന്നു. പിന്നെ ഈ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ട് നടക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നത് വേറെ എന്താ പരിപാടി, ആ ഒരു ചോദ്യം. ഉടനടി ജീവിക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ മോർ ദാൻ ഇനഫ് സാധനങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ബോഡിക്ക് മാത്രം 2 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളുടെ വില ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, ഇപ്പം ഞാൻ ക്യാമറ മേടിച്ച സമയത്ത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആൾക്കാർ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആളുടെ സാലറിയേക്കാൾ കൂടുതൽ എനിക്ക് ഒരു മാസം EMI ഉണ്ട്. വെരി ഗുഡ്, അതാണ് എൻ്റെ സെറ്റപ്പ്. ഞാൻ 2021 ഡിസംബർ 17 ആദ്യത്തെ റീല് കാച്ചി വിടുന്നത്. അത് കഴിഞ്ഞിട്ട് 2024 എത്തേണ്ടി വന്നു. ആ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ കുറച്ചേലും അക്കൗണ്ടിലേക്ക് ഒരു 2000-ന് മുകളിലേക്ക് നമുക്കറിയുന്ന ആൾക്കാരാണ്. ഒരു 1500-ഓളം പേര് ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നൊരു കേസാണ്, നമുക്ക് എന്താണ് ആൾക്കാരെ കാണിക്കാൻ ഇഷ്ടം എന്നുള്ളതിലല്ല, ആൾക്കാർക്ക് എന്താണോ കാണാൻ ഇഷ്ടം അത് വെച്ചിട്ട് നമ്മൾ കണ്ടന്റ് ചെയ്ത് വിടുമ്പോഴത്തേനാണ് നമുക്ക് ഈ പറഞ്ഞ റീച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും അല്ല ആൾക്കാർക്ക് കാണേണ്ടത്. അവർക്ക് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫണ്ണി ആയിട്ട് നടക്കുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്,
എന്തൊക്കെയാണ് അവർക്ക് ഇതുവരെ കാണാത്ത സാധനങ്ങൾ കാണുന്നത്. കാരണം എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം എല്ലാവരും ഏതെങ്കിലും ഒക്കെ രീതിക്ക് കാണുന്ന, പക്ഷെ അത് എങ്ങനെയാണ് എടുക്കുന്നത്, ആരാണ് എടുക്കുന്നത്, എവിടെ നിന്നാണ് എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൾക്കാർക്ക് അറിയാനിഷ്ടം. ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സ് കയറുന്നതിൽ മാത്രമല്ല, ഞാനിന്നൊരു പയ്യനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങിൻ്റെ വർക്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ജിത്തു എന്നുള്ള പേരേ കൊടുത്തുള്ളൂ. എന്നിട്ട് പോലും അവൻ എൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്നെ മനസ്സിലായി. ഫോൺ വിളിച്ചോളൂ, മറ്റേ വീഡിയോ ഒക്കെ ചെയ്യണ അത് ഞാൻ തന്നെ. അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു അടിപൊളി ലൊക്കേഷനിലേക്ക് കട്ട് ചെയ്യാം. മഴ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഭാഗ്യത്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ചെങ്കിലും ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ ചാവാണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ കട്ട് ചെയ്ത് അവിടുന്ന് മഴ അങ്ങ് തൂളാൻ വേണ്ടി അങ്ങ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞതിന് പിന്നെ നല്ല രീതിക്ക് പെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ പയ്യെ പോന്നേക്കാന്നുള്ളൊരു പ്ലാനിങ് ഒറ്റ കാറ്റ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ നമ്മളെ തവിട് അത് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. കാരണം ചുമ്മാ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ആളെ പറത്തിക്കൊണ്ട് പോകാനുള്ള കാറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ കോട്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് കോട്ട് കാറ്റ് പിടിച്ചിട്ട് നമ്മൾ നീങ്ങിപ്പോയിരുന്നു. നമ്മൾ പിന്നെ ഭാഗ്യത്തിന് അവിടെ നിലത്ത് കിടന്നു, ലിറ്ററലി കിടന്നു. അവിടെ കിടന്നോണ്ടാണ് ഇപ്പൊ ഈ രീതിക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് താഴെ വന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ എന്റെ സ്കൂട്ടർ നിലത്ത് കിടക്കുമായിരുന്നു. അമ്മാതിരി സ്കൂട്ടർ മറിച്ചിടാൻ പാകത്തുള്ള കാറ്റോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ബോഡി ബിൽഡിങ്ങിനെ പറ്റിയും അതുപോലെയുള്ള ഫോട്ടോഷൂട്ടിന്റെയും കാര്യങ്ങളൊക്കെ. എങ്ങനെയാ MJ ഈ എന്നെ ആയിട്ട് കമ്പനിയായി? മീൻസ് എന്തുകൊണ്ടാണ് നമ്മള് കോളേജിലാണെങ്കിൽ അത്ര വലിയ കമ്പനി ഇവൻ എന്റെ ബേസിക്കലി ജൂനിയർ ആണെങ്കിലും വയസ്സുകൊണ്ട് ഇവരാണ് മൂത്ത. അതുകൊണ്ടാണ് ഇവര് മൂത്താപ്പാന്ന് വിളിക്കണത്. സോ ഇവന്റെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന ജോയൽ, അവനും ഞാനും ഡാൻസ് കളിക്കുമായിരുന്നു. സോ അങ്ങനെ ഇവര് കമ്പനിയായി. ഇവരുടെ വീഡിയോസ് ഞാൻ കാണാനിടയായി. സോ അങ്ങനെ ജോയിലോട്ട് ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്യണേ. ശരി, ജോയല വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞടാ MJ മറ്റേ ഡാൻസർ അല്ലേ, അവന് കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ പറഞ്ഞൊരു 3-4 മാസം നമ്മള് പറഞ്ഞോണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു MJ ഞാനങ്ങ് വരിക, നമുക്ക് എന്തായാലും സാധനം എടുത്തേക്കാം. അങ്ങനെ വന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം ഷൂട്ടിന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. ഇതാണ് ബേസിക്കലി എൻ്റെ വീഡിയോസ് എടുത്ത് തരുന്ന ആ വ്യക്തി. സോ വേറെ വ്യക്തിയല്ല, എൻ്റെ നാട്ടിൽ, അതായത് ഞാൻ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ തൊടുപുഴയിലെ ഒരു ഇൻഫ്ലുവൻസറും അവിടുന്ന് എന്താ പറയുക പയ്യെ സെറ്റായി കേരളം ഫുള്ള്. അപ്പോൾ കുറേ പേർക്ക് അറിയാം. കഴിഞ്ഞ ദിവസം എറണാകുളത്തൊക്കെ പോയപ്പോൾ ആരെ കണ്ടു. വലിയ ടാസ്ക്കാണ് ഇത്. അതുകൊണ്ട് പബ്ലിക്കലി പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെയല്ല, പബ്ലിക്കിൽ ഉഡായിപ്പ് കേസുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അത് തന്നെ എനിക്കറിയാമല്ലോ, ഉഡായിപ്പ് ഒന്നും നടക്കാനുള്ള എല്ലാവരും നമ്മൾ പൊക്കും. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് അവനല്ലേ എന്നുള്ള രീതിക്ക് ആൾക്കാർ നോക്കുന്നതിന് മനസ്സിലാവും. ടക്കിയല്ല ശരി എന്നാ. അതാണ് നിലവിലത്തെ അവസ്ഥ. പക്ഷേ കുറേ ആൾക്കാർ സ്വപ്നം കാണുന്നൊരു സംഭവമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇപ്പോൾ നീ ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് ബാക്കിലിരുന്ന ഒരു 2 പേരുണ്ടായിരുന്നു. അതിൽ കയറി വന്നപ്പോൾ അതിലൊരുത്തൻ എനിക്കാരാന്ന് അറിയില്ല, ഞാൻ കൈ ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നു അവര് കണ്ടോണ്ടിരുന്നത് പേജ് എടുത്ത് നോക്കിയാൽ നമ്മുടെ വല്ല പേജായിരുന്നു. അവരെന്തോ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അടക്കമൊക്കെ പറയണ്ടായിരുന്നു. എന്തോ നമ്മളെ പറ്റി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ പിന്നെ അതിലൊരുത്തം വന്നപ്പോൾ എന്നെ നോക്കിയിട്ട് കാണിച്ചു. എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ, അറിയാവുന്ന സെറ്റപ്പിൽ നമ്മൾ കാണിച്ച് ആ ഇടാവോട ആ സെറ്റപ്പില് അങ്ങനെ കുഴപ്പമില്ല. കുറച്ച് പേർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിഞ്ഞു വരുന്നുണ്ട്, ഫിറ്റ്നസ് ഫീൽഡിലുള്ളവർക്ക്. ഇവൻ പിന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി എല്ലാവർക്കും അറിയാം വ്യത്യാസം. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് നെഗറ്റീവ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഞാനൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എൻ്റെ വർക്കിന്, എൻ്റെ കരിയറിന് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരുന്നേന്. പക്ഷേ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് റീച്ച് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിക്ക് മാത്രം നിന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്ത ആൾക്കാർ, ഫോട്ടോ ആവശ്യമുള്ള ആൾക്കാർ, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള പയ്യന്മാർ, പിള്ളേർ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരിലേക്ക് മാത്രം ഒതുങ്ങി പോയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റുകൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ആൾക്കാരിലേക്കും നമ്മളെ അങ്ങ് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള വ്യൂവേഴ്സും ഉണ്ട്. പ്രാഞ്ചിക്ക് വേണ്ടിയിട്ട് MJക്ക് വേണ്ടി മാത്രമേ ഞാനിപ്പോൾ നിലവിൽ വീഡിയോ ചെയ്യുന്നുള്ളൂ. നേരത്തെ ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്ന ജിമ്മിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ ടൈം കിട്ടാതായി കഴിഞ്ഞത്തേനും പയ്യെ അവിടെ നിന്ന് നിർത്തേണ്ടി വന്നു. നമ്മളിപ്പം വീണ്ടും വർക്ക് ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങും. ഞാൻ 51 കിലോയിൽ നിന്ന് 73 കിലോ എത്തിച്ചതാണ്. പിന്നെ അവിടുന്ന് അതങ്ങ് സ്റ്റോപ്പായി പോയതാണ്. ഇനി ഇവനെ ട്രെയിൻ ചെയ്യിക്കണം, അതെൻ്റെ ഒരു ചുമതലയായിട്ട് ഇവനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഇവൻ്റെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കാണും, അത് ഞാൻ ചെയ്യിപ്പിക്കും.
ചെയ്യില്ലടാ. ഡയറ്റൊക്കെ എഴുതി തന്നിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ ഓക്കെയാണ്, കൺവീൻസ്ഡും ആണ്. പക്ഷേ അതിൽ ഈ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് പ്രിപ്പയർഡായി പയ്യെ വരിക. ഇപ്പം ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല, നമ്മളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും അവരുടേതായ ഒരു ബുദ്ധിമുട്ടുകളും ഒരു ലാഗിങ്ങും ഒക്കെ ഉണ്ടാവും. ബട്ട് നമ്മുടെ എന്താണോ നമുക്ക് മനസ്സിലുള്ള എയിം അതെപ്പോഴും കിടന്ന് കറക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് സ്റ്റോപ്പായി പോരുത്. നമ്മൾ ഇവൻ എന്താ പറയുക, മടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐഡിയ എപ്പോഴും ഓണായിട്ടിരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ആൾക്കാരും അടിപൊളിയാണെന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പം ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്കാണെന്നുണ്ടെങ്കിലും അറിയാം എൻ്റെ ലിമിറ്റേഷൻസ് എവിടെയൊക്കെയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഭയങ്കര സെറ്റപ്പാണുള്ളതൊക്കെ. പക്ഷേ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എനിക്കുള്ള പ്രശ്നങ്ങളെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം എന്നെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട്, ബ്രോ ഇതെങ്ങനെ എത്രയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതൊരു സെറ്റപ്പാണോ അതാണ്. അങ്ങനെയൊന്നും അല്ല, അത് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വളരെ എല്ലാവരും ആൾക്കാർ ഇത് ഭയങ്കര ഈസിയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇഫ് ഇറ്റ് വാസ് ഈസി അതെല്ലാവരും ചെയ്തേനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 50K 100K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പാടാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഡയറ്റ്, ഉറക്കം, എണീക്കൽ, വർക്കൗട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഷൂട്ട്, എഡിറ്റ്, ക്ലയൻസ് മീറ്റ്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റിന് അറിയണ്ട വീട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ, ഇൻവെർട്ടർ വർക്കിംഗ് ആണോ അല്ലയോ എന്നൊന്നും. അവർക്ക് പറയുന്ന സമയത്തിന് അവരുടെ ഔട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അവർ നമ്മുടെ മേലിൽ പ്രഷർ കൊടുക്കും. ഇപ്പോൾ നമ്മൾ വേറൊരാളെ എഡിറ്റ് ചെയ്യാനെപ്പോഴെങ്കിലും നമ്മൾ അവൻ്റെ മേലിൽ പ്രഷർ കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും എന്തുദ്ദേശത്തിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നൊരു തോന്നിയത്? ഫസ്റ്റ് ഷൂട്ട് ചെയ്യേണ്ട എന്താ തോന്നിയത്? ഫസ്റ്റ് ഷൂട്ടിൽ എന്ന് പറയുമ്പോഴത്തേനും അതുവരെയുള്ള എൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേനും ലോക്കൽ ഗ്രാഫാണ്. അതിൽ നിന്ന് എന്താ പറയുക, വീഡിയോ വൈസ് ഒരു അപ്പ് കിട്ടിയത് ഇതാണ്. കാരണം ആൾക്കാരത് നോട്ടീസ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞു ബ്രോ എടുക്കുന്ന വീഡിയോ എങ്ങനെയാണ്, ആരെടുക്കുന്നത്, പിന്നെ ക്യാമറ ഏതാണ്. സോ ആൾക്കാരത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോട്ട് ഓൺലി വീഡിയോ എടുക്കൽ മാത്രം, ഫ്രെയിം റേറ്റ് ഇങ്ങനെ ഇടണമെന്ന് വരെ എനിക്ക് ജോയിലാണോ നീയാണെന്നറിയില്ല, അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ 4K 60 FPS റെൻഡർ എടുത്തിട്ട് അതുപോലെ അടിച്ച് കയറ്റി വിടുമായിരുന്നു. സോ വൈഫൈയിൽ അപ്ലോഡ് ചെയ്യണം, അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് അത്രയും വേണ്ട, 180p 30 ഇട്ടാൽ മതി എന്ന് പറയുന്നതും അങ്ങനെ പരിചയപ്പെട്ടുവാണെങ്കിൽ ഇവിടെ ഈ ക്യാമറ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. സോ ഇവർക്ക് എന്തായാലും നമ്മളെക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. സോ വീഡിയോ മുതൽ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് വരെയുള്ള കാര്യങ്ങളിൽ എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയണമല്ല, കാരണം ഞാൻ പിന്നെ ഇതാരോട് ചോദിക്കാനായിട്ടോ എനിക്ക് അറിയുള്ളൂ, ഞാനിവിടെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഗ്രോത്തിന് ഇപ്പോൾ ഇവരാണിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. കാരണം ഗ്രോത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് എംജിയോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ശരിക്കും എനിക്ക് ഓർമ്മയുള്ളൊരു എംജി ഉണ്ട്. ആ എംജി വന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറയുന്നത്, എടാ ഇത് എന്ത് കോപ്പ്, എനിക്ക് 2000 മുകളിൽ വ്യൂസ് കയറുന്നില്ല, ഞാൻ പരിപാടി നിർത്താൻ പോവാ, എനിക്ക് വയ്യ, ഞാൻ മടുത്തു, ഞാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളെ വ്യൂസും കയറി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഡയറ്റും നോക്കി വർക്കൗട്ടും ചെയ്ത് ഉണ്ടാക്കിയിട്ടിട്ട് സൊമാറ്റോ സീരീസ് സൊമാറ്റോ, അതായത് അങ്ങനെ അന്നേരത്തിന് സൊമാറ്റോ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് വർക്കും ഉണ്ട്, അതിനിടയ്ക്ക് പൈസയും കിട്ടുന്നില്ല. ഞാൻ പരിപാടിയൊക്കെ നിർത്താൻ പോവാന്ന് പറഞ്ഞ എംജി ഇപ്പം 10K ഫോളോവേഴ്സ് അടിച്ച് 15K സബ്സ്ക്രൈബേഴ്സും അടിച്ച് ഇങ്ങനെ ഒരു ആ ഗ്രോത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു 5000 അല്ലെങ്കിൽ 10,000 ഫോളോവേഴ്സ്, 10K ഫോളോവേഴ്സ്. ഇപ്പം യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരു 10K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതാണ് ഞാനൊരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. പഴയ എംജെനെ ഓർക്കുമ്പോൾ ഇപ്പം എന്ത് പറയാൻ തോന്നുന്നു? അല്ല പഴയ എംജെനോട് ഇപ്പം നേരെ ടൈം ട്രാവൽ ചെയ്ത് നേരെ പഴയ എംജെനെ കാണാൻ വേണ്ടി ചെല്ലുകയാണെന്ന് എന്നാ പറയും? പറയും ഗ്രൂപ്പ് ചെയ്യാത്തതിന് 1000 നന്ദിയുണ്ട്. അന്ന് നീ നിർത്തിയായിരുന്നെങ്കിൽ. അതെ, ഇന്നെനിക്ക് ഡെയിലി എനിക്ക് എങ്ങനെ പോയാലൊരു 10-30 റിക്വസ്റ്റ് എങ്കിലും വരും മിനിമം. ഓട്ടെ ഒരു 10 എടുക്കുക റിക്വസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പറഞ്ഞു, പോസ്റ്റിംഗ് പഠിപ്പിച്ചു തരാമോ, അല്ലെങ്കിൽ ഡയറ്റ് എങ്ങനെയാ, ഈ ക്രിയാറ്റിൻ നല്ലതാണോ, ആ ക്രിയാറ്റിൻ നല്ലതാണോ. സോ സംശയങ്ങളുള്ള വ്യക്തികളുടെ എണ്ണം ഒരുപാടുണ്ട്, ഇൻഫ്ലുവൻസിൻ്റെ എണ്ണം ഒരുപാടുണ്ട്. പക്ഷെ നമുക്കുള്ള ഓഡിയൻസ് അവിടെ തന്നെ ഉണ്ടാവും. അവർ എന്തുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്? സോ അവർ ചേർത്ത് എന്തോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണല്ലോ അവർ വരുന്നത്. സോ എൻ്റെ റിക്വസ്റ്റ് ഒന്നും എന്താ പറയുക, ഒന്നും പെൻഡിങ് എടുക്കില്ല. ഞാനത് എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. സോ എനിക്ക് ചെയ്യുന്നിടത്തോളം കാലം അക്സെപ്റ്റ് ചെയ്യും. എനിക്കറിയാം എന്താ പറയാൻ പോണെന്ന്, എനിക്കറിയാം. ചെയ്യരുതല്ലേ, അതുകൊണ്ട് ചെയ്യരുതല്ലേ ഞാനിതൊക്കെ അറിഞ്ഞോണ്ടിരിക്കുക. കാരണം
എൻ്റെ റിക്വസ്റ്റിനകത്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് കയറി സ്ക്രോൾ ചെയ്ത് വിടാൻ എനിക്കുള്ള ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നവരുണ്ടല്ലോ, ചേട്ടാ ഈ 24-105 ലെൻസ് എങ്ങനെയുണ്ട്, ക്യാനോണിൻ്റെ 1500 ഉള്ളാവോ, സോണിൻ്റെ M4ൻ്റെ ഷട്ടർ എങ്ങനെ ഇതുപോലെ പൊട്ടുന്നത്, ഇങ്ങനെ ഒരു പിന്നെ പിള്ളേരുടെ പണി വിടും. അപ്പം അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നവരെ ഞാൻ അന്നേരം തന്നെ ചൂസ് ചെയ്ത് അന്നേരം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും. പിന്നെ അവർ വേറെ എന്തെങ്കിലും വീണ്ടും കൗണ്ടറായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് താഴെ പോകും, ഞാൻ അറിയത്തുണ്ടാകത്തില്ല. പിന്നെ കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് കണ്ടന്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഇംഗ്ലീഷ് അറിയാലേ അത്യാവശ്യം. മൂത്താപ്പ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് പിന്നെ പർപ്പിൾ ഓൺ വെഡ്ഡിങ്സ് ഉണ്ട്, വെഡ്ഡിങ് പേജിന്, പിന്നെ പർപ്പിൾ ഓൺ ഫിലിംസ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളുടെ എല്ലാം. അപ്പം അങ്ങനെ 4-5 പേജുകളുണ്ട്. അപ്പം കാര്യം പറഞ്ഞു. അപ്പം അതിനകത്തേക്കല്ല ആൾക്കാർ വന്നിട്ട് മെസ്സേജ്, കാരണം അവർക്കറിയാം മൂത്താപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടിയാലെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റേനകത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും ചിലക്ക് ഇതുപോലെ തന്നെ എനിക്കറിയാം ആളുണ്ട്, ഒരു കോച്ചുണ്ട്, പുള്ളിയുടെ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും. പുള്ളിക്കൊരു 11K ഉള്ളൊരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതിൽ മെസ്സേജ് അയക്കില്ല. പേഴ്സണൽ ഉണ്ട്, അതിൽ എന്നെ ഫോളോ ഉണ്ട്, 1000 ഫോളോവേഴ്സേ കണ്ടുള്ളൂ. പിന്നെ ഞാൻ പോയി അയക്കും, എനിക്ക് റിപ്ലൈ കിട്ടും. ആളൊരു പീറ്റർ എന്നാണ്, പീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ലൈക്ക് 2000 ഫോളോവേഴ്സിൽ അല്ലെങ്കിൽ 1000 ഫോളോവേഴ്സിൽ നിന്ന് ഇത്രയും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു അതിലേക്ക് എത്തി. സോ ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഗിവ് അപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. എനിക്ക് സൊമാറ്റോ കയറിയിട്ട് ഞാൻ സൊമാറ്റോയുള്ള പ്ലാൻ, സൊമാറ്റോ സീരീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി 3 മാസത്തെ പേടി കൊണ്ടേ ആൾക്കാരെ എന്ത് വിചാരിക്കുന്നുള്ള. കാരണം ഞാൻ BCom കഴിഞ്ഞതാണ്, എനിക്ക് വേണമെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ ജോലിക്ക് പോവാം, ജോലി കിട്ടും. BCom വെച്ചിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു, അത് വെച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. PSC പഠിച്ചു, 19 മാർക്ക് എത്തിച്ചാൽ കഷ്ടപ്പെട്ട് പഠിച്ച് അതും വിട്ടെറിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്ത ഒരാൾ. അപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് അറിയാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള കേസ്. സോ അവർ നോക്കുമ്പോൾ ഇവരെല്ലാം വിട്ടിട്ട് സൊമാറ്റോ ഓടുക എന്നുള്ള സംഭവം ഒബ്വിയസ്ലി ഒരു എന്താ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. സോ അതിനെ ഒരുപാട് ഞാൻ പേടിച്ചിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ നാട്ടുകാരും വിചാരിക്കുന്നുള്ള സംഭവം ഞാനങ്ങ് മാറ്റി വെച്ചപ്പോൾ എനിക്ക് പിന്നെ തൊലിക്കെട്ടി കിട്ടി. ആ ഒരു സംഭവമാണ് ഒരു പരിധി വരെ എന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ സ്റ്റഡി ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ഓടെ പാസ്സായത്. +1 +2 ബയോളജി സയൻസിൽ ഫുൾ A+ഓടെ പാസ്സായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം, എനിക്ക് മൂത്താപ്പാന്ന് പേര് വരാൻ കാരണം ഞാൻ 2 വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയതാണ്. ഞാൻ 2 വർഷം നീറ്റിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് എനിക്ക് ആ റാങ്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ MBBSനുള്ള അഡ്മിഷൻ കിട്ടുമായിരുന്നു. ഉറപ്പൊന്നുമില്ല, കാരണം അതിൻ്റെ ആ റാങ്ക് എനിക്ക് എന്നാൽ പ്രൈവറ്റ് കോളേജിലേക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ പരിപാടി വിട്ടാണ്. എനിക്ക് ഗവൺമെൻറ് കോളേജിൽ അങ്ങനെ 2 വർഷം അപ്പം അങ്ങനെ ഒരു സ്റ്റഡി. പിന്നെ ഞാൻ ഡിഗ്രി ആയിരുന്നെങ്കിൽ അത് BSc ഫിസിക്സ് ആയിരുന്നു. അപ്പം അങ്ങനെ അത്രയും ഒരു സ്റ്റഡി പഠിച്ച് വലിയ ആളാകുന്നു, ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി, അപ്പം അങ്ങനത്തെ ഒരു വൈറ്റ് കോളർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ജോലി സെറ്റപ്പിലേക്ക് ആണ് ആൾക്കാർക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഇവിടെ ആൾക്കാർക്ക് ഈ ഫോട്ടോഗ്രാഫർമാരോട് എന്തോ പുച്ഛമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തുവരെയാണോ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് സമയത്താണ് നമുക്കൊരു ചമ്മലുണ്ടല്ലോ, ആൾക്കാരെന്ത് വിചാരിക്കും. ആ ഒരു സാധനം എപ്പം പുറത്തേക്ക് പോയി. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചായപ്രേമിൽ വന്നിരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർ വേണമെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരാം. അപ്പോൾ നമ്മൾ ഇതങ്ങ് എടുത്തങ്ങ് വിടും. ഇപ്പോൾ നമ്മൾ ഉറപ്പാറ ചെന്നപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഷർട്ട് ഊരിയിട്ടാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ആൾക്കാരെന്ത് വിചാരിക്കും, എനിക്ക് ഇത്രയും സൈസുള്ള, ചിലപ്പം അപ്പുറത്തുനിന്ന് നടന്നു വരുന്ന ഒരുത്തിന് ഇതിനേക്കാളും സൈസ്. നമ്മളിപ്പോൾ കണ്ട പുള്ളി തന്നെ മിസ്റ്റർ ഇടുക്കി പണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള 2016-17 സമയത്ത് നമ്മുടെ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഒരു ആൾക്കാരെ എന്ത് വിചാരിക്കുന്നുള്ള സംഭവം അത് നോർമലാണ്. സത്യം പറഞ്ഞാൽ അത് വരും, സ്റ്റാർട്ടിങ്ങിലുള്ള. പക്ഷെ അവിടെ നിന്ന് കയറാൻ പറ്റണം. കയറാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിക്കാണ്ട് പറ്റില്ല. അത് മറ്റേത് നോർമലാണ്, അത് എല്ലാവർക്കും തോന്നും. പക്ഷെ അത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി എൻ്റെ DM വരും, ബ്രോ എനിക്കും ബ്രോനെ പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, കണ്ടന്റ് ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്യണമല്ലോ. ഞാൻ DM വന്ന പൈമാരെല്ലാം ചേട്ടാ ഞാൻ അടുത്ത ആഴ്ച ഇതുപോലത്തെ വീഡിയോസ് ചെയ്യും. നോക്കിയിരിക്കത്തുള്ളൂ, നീ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല, നിനക്ക് നാളെ ഇടാൻ പറ്റുമോ? നാളെ പറ്റും, എന്നാൽ നീ രക്ഷപ്പെടില്ല, നാളെ തന്നെ നാളെ കാണാം. പിന്നെ ഞാൻ വഴി കണ്ടിട്ടില്ല, ഞാൻ ഇതിലേക്ക് എന്തോ പോയെന്തോ. ഞാൻ സൊമാറ്റോയുടെ 10 വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇത് തന്നെ ആൾക്കാരെന്ത് വിചാരിക്കുന്നത്, 10 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് വെച്ചിട്ട് പേടിച്ച് പറച്ചിട്ടാണ് ഞാൻ ഇട്ടത്. എൻ്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ അൽഗോരിതത്തിൻ്റെ സ്കീമൊന്നും അറിയില്ല. ഞാൻ 1 മിനിറ്റുള്ള വീഡിയോ 1.5 മിനിറ്റുള്ള വീഡിയോ ഇട്ടുകൊണ്ട് പോണത് ആരും കാണാൻ. ആകെ 1000 ഫോളോവേഴ്സും ഉണ്ട്, ഞാനും ഉണ്ട് കിട്ടുന്നത്. പക്ഷേ അത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇവനെന്താ ചെയ്യണമെന്ന് പറയാനായിട്ട് എല്ലാവരും കയറി കണ്ടു. അന്ന് 7000 വ്യൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് സ്വർഗ്ഗം, 7 ലക്ഷത്തിൻ്റെ പറ എനിക്ക്. ഞാനൊരു 200 വീഡിയോ മേടി ചെയ്തിട്ടാണ് എനിക്ക് എന്താ പറയുക 10,000 എൻ്റെ അടിച്ചത്.
പക്ഷെ 200 വീഡിയോ ഞാൻ ആ 3000 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുവായിരുന്നെങ്കിൽ കിട്ടില്ല. കാരണം അതാ പറഞ്ഞത്, നമ്മൾ ചെയ്യുക അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിൻ്റെ ഫീൽഡിലാണെങ്കിലും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഫീൽഡിലാണെങ്കിൽ ചവറാണ്. അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് എടുത്ത് തുടങ്ങി. സോ നിൻ്റെ അത്ര ഇല്ലാന്ന് തോന്നുന്നു. ചൂടി സമയം എടുത്ത് വെഡിങ് ഫോട്ടോഗ്രാഫി കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളവരെ വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. വെഡിങ് ഫോട്ടോഗ്രാഫി വെഡിങ് വീഡിയോ ചെയ്യാൻ. ഇത്രയും കോമ്പറ്റീഷൻ ഇത്രയും പേര് ഉണ്ടെന്ന് നമ്മൾ ചെയ്യാണ്ടിരിക്കരുത്. നമുക്കൊരു കോൺഫിഡൻസ് ഇട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂട്ടുകാർ തന്നെ അവർക്ക് പേടി കൊണ്ടായിരിക്കും, എടാ വേണ്ട അതിനെ കൊണ്ടൊരു പറ്റില്ലായിരിക്കും, വെറുതെ സമയം കളയണ്ട, ഇത്രയും പേരുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേനും ചെറുതായിട്ട് ഡിമോട്ടിവേറ്റഡ് ആയി നമ്മൾ പോവും. പക്ഷേ നമ്മൾ അവിടെ ആവാൻ നിൽക്കാണ്ട് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം, നോക്കാം, അവിടെ പോകുന്ന നോക്കാലോ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റണം. ഇപ്പോൾ ഏറ്റവും വലിയ ക്രിയേറ്ററാണ് മിസ്റ്റർ ബീസ്റ്റ് പോലും 12 വർഷം വീഡിയോ ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. ഒരു ടൈമുണ്ട്, ആ ഒരു ടൈം ലാഗ് ഉണ്ട്. ആ ഒരു ഇപ്പോൾ നമ്മൾ ഡീസലിൻ്റെ കാറ് പഠിക്കുന്നെങ്കിൽ അതിന് ടർബോ ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അറിയില്ല, കാർ ഓടിക്കാൻ അറിയില്ല. കാർ ഓടിക്കാൻ അറിയാം, കാറില്ല. ഞാൻ നോക്കിയിട്ട് ഗ്രോത്ത് എല്ലാം ഒരു എക്സ്പോണൻഷ്യൽ കെയർ പോലെ, അതായത് പയ്യെ ഇങ്ങനെ വന്നിട്ട് അതങ്ങനെ കയറത്തുള്ളൂ. പയ്യെ ഇങ്ങനെ കയറിട്ട് ഇങ്ങനെ പോകുന്ന ഞാൻ പറയുന്നില്ല. ചിലർക്ക് പക്ഷേ ചിലർക്ക് ഒരു ഓവർനൈറ്റ് സക്സസ് കിട്ടൂല. ചില കണ്ടിട്ടുണ്ട് ചില ഓവർനൈറ്റ് സക്സസിന്റെ പ്രശ്നം അല്ലെങ്കിൽ സക്സസിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പം. പക്ഷേ ഈ സാധനം അച്ചീവ് ചെയ്ത സാധനം കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, അത് പാടാം. ഇപ്പോൾ എനിക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റീച്ചൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് വർക്കുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ വർക്കുകൾ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്കൊരു 10 വർക്ക് വന്നിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ട് മാസത്തിൽ ഒരു 2 വർക്കും 3 വർക്കേ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് ഈസി ആയിരുന്നു. ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 വർക്ക് ഒരു മാസം വരുന്നുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്കൊരു 30 വർക്കും 40 വർക്കൊക്കെ വരുന്നത്. അപ്പം ഈ ഓവർനൈറ്റ് സക്സസ് വരുന്ന ആൾക്കാർക്ക് 2 വർക്കിൽ നിന്ന് അല്ലെങ്കിൽ 5 വർക്കിൽ നിന്ന് നേരെ 40ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 40 വർക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ മൊത്തത്തിൽ ആ സാധനം കുളന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ നോക്കിയിട്ട് എന്നാണ് വെച്ചാൽ ഒരു നോർമൽ ലീനിയർ എക്സ്പോണൻഷ്യലിനേക്കാളും നല്ല ലീനിയറാന്ന് തോന്നുന്നു. പയ്യെ ഇങ്ങനെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു 5 വർക്കായിരുന്നു മാസം എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു 10 വർക്കായി, ഇപ്പോൾ ഒരു 15 വർക്കായി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് എനിക്ക് ഓരോന്ന് മാനേജ് ചെയ്ത് പഠിച്ചു വരുന്നുണ്ട്. MJ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് നിന്നിട്ടുണ്ട്. കാരണം ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഗ്രോത്തിനെ കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കൊണ്ടുപോയിട്ടില്ല, ഞാനത് വെച്ചേക്കിനാണ്. കാരണം ഞാനൊരു കുറച്ചുകൂടി ബേസ് ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ദെൻ എന്നിട്ട് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു സംഭവം ചെയ്തു, എന്നാൽ നേരെ പോയി ബിസിനസ്സിലേക്ക് ഇട്ടൊക്കെ പറയുമ്പോഴത്തേനും അതവിടെ ലിമിറ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ നോക്കുവാണ്. വെച്ചിട്ട് നമുക്കെല്ലാം ഫസ്റ്റ് ടൈം എന്തായാലും നമ്മൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടി പോകണില്ല. സമയമെടുത്ത് ഇപ്പോൾ നമ്മൾ സമയം എടുക്കും. പ്രത്യേകിച്ച് അല്ല, വേറെ ഒന്നും പറയാനൊന്നുമില്ല. സമയം എടുത്തിട്ട് മതി ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൈ നിൽക്കത്തില്ല. ഓവർനൈറ്റ് സക്സസ് ഒന്നും കയ്യിൽ നിൽക്കത്തില്ല. അപ്പം 10K അടിച്ചിരിക്കുന്നു. സോ കൺഗ്രാജുലേഷൻസ്. ഇന്നലെ ആയിരുന്നു അളിയൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നലെ വിഷ് ചെയ്തായിരുന്നു, ഇത് പെട്ടെന്ന് വെച്ചിട്ട് പോയി. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥ. അതാണ് വാട്ട്സ് ബിഹൈൻഡ് മൈ എന്താ വീഡിയോ എന്ന് പറയണത്. അത് തന്നെ ബാഗ് എന്നൊക്കെ പറഞ്ഞ പോലെ മൈ വീഡിയോ എന്ന് പറയുന്നത് ഇയാളാണ്. കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് നല്ല ക്വാളിറ്റിയിലും കണ്ടന്റ് വരും. നമ്മളെല്ലാം ലിമിറ്റഡ് ആണ്. നമുക്കെല്ലാം നമ്മൾ ബിസിനസ് തുടങ്ങിയ ആൾക്കാരാണ്. അതായത് ഒരു 10 വർഷത്തിന് ശേഷം സെറ്റാക്കാനായിട്ട് അതാ പറയണം. ഇപ്പോൾ ഡിവൈസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ചെയ്യാണ്ടിരിക്കുന്നവരത് ഞാൻ പറയാം, ഇവരെൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോകും. എന്നൊരു ഞാൻ നാളെ വേറെ വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നില്ല, ഞാൻ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. എന്നൊരു ഇതിനെ വിളിക്കാണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഇവരില്ലെങ്കിലും നമ്മൾ ചെയ്യണം, ഇതിനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ആ രീതിക്ക് നിങ്ങളും ബിൽഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണം പുതിയത് തന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ കാര്യം നടപടിയാവില്ല. ഉള്ളതെന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കൊരിക്കലും പെർഫെക്ഷൻ ഇഷ്ടമല്ല. ഞാനെപ്പോഴും പ്രോഗ്രഷനാണ് നോക്കുള്ളൂ. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. ചില നാറുകൾക്ക് വേണ്ടി ഞാൻ ഈ സാധനം കട്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇല്ല, നമ്മൾ പെർഫെക്ഷനിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പ്രോഗ്രഷൻ വേണം. കാരണം ഡെയിലി 1% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി. ശരിയാണോ? അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മാത്രമല്ല, ഇതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോക്കോൻ്റെ M2 പ്രോയിലായിരുന്നു. പോക്കോ M2 പ്രോയിലെ വീഡിയോ ഇട്ട് എനിക്കത് പരിപാടികൾ നടക്കും എന്ന് മനസ്സിലായി. ഇനി ഒരു ഐഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഐഫോൺ എടുത്തു. എനിക്കിനിപ്പോൾ ഞാനിപ്പോൾ നല്ല ഇപ്പോൾ ഇവൻ്റെ ഈ ക്യാമറ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ദിവസം പെട്ടെന്നൊക്കെ ഇല്ലാണ്ടായി. എനിക്ക് എൻ്റെ ഫോണിൽ എടുക്കാം, ആരും മേടിക്കണ്ട. കാരണം എനിക്ക് എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന എൻ്റെ ആൾക്കാരെ. ചില സമയത്ത് എനിക്ക് അതിലെടുക്കാൻ പറ്റുമായിരിക്കും,
അതുകൊണ്ട് ആ ഫോണിലെടുക്കും. നമുക്ക് ഇതിലെടുക്കാൻ പറ്റും, ഇതിലെടുക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ഇതുമില്ല, അയ്യോ എൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് ഡ്രോപ്പ് ആയല്ലോ, അയ്യോ ഇനി ആൾക്കാരെന്ത് വിചാരിക്കുമോ, ഒന്നുമില്ല. ആൾക്കാർ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരേ ഉള്ളൂ എൻ്റെ കൂടെ ഉള്ളവർ. അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും നമ്മൾ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പയ്യെ നമ്മുടെ ഗാഡ്ജറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക, അത്രേ ഉള്ളൂ. അത് സാഹചര്യം പോലെ, സാഹചര്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ ഓക്കെ, സാഹചര്യം വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഞാനൊരു ചെറിയ പ്രൊമോഷൻ പറഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പർപ്പിൾ വൺ ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റർ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇപ്പം MJ ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ബിസിനസ്സിൽ ആദ്യത്തെ 10 ക്ലയൻസിൽ ഒരാളാണ്. എന്ത് ടൈപ്പ് കണ്ടന്റ് ക്രിയേഷനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഐഡിയ ഞാൻ കൊടുത്തേക്കാം, താഴെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. വിളിക്കേണ്ട ആൾക്കാർക്ക് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. എഴുതി വരും, ക്യാപ്ഷനിൽ കൊടുക്കുക, അതാകുമ്പോൾ ആൾക്കാർക്ക് നോക്കില്ല. ക്യാപ്ഷനിൽ കൊടുക്കാം, സ്ക്രീനിലും കൊടുക്കാം, അവിടെ കൊടുക്കാം, എവിടെ കൊടുക്കാം, എല്ലായിടത്തും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ചായ വിത്ത് ഫ്രണ്ട്സ് ഉള്ള സെക്കൻഡ് എപ്പിസോഡിൻ്റെ ചെറിയ കഥകൾ. അല്ല, കര വിത്ത് ഫ്രണ്ട്സ്. ഫസ്റ്റ് കര വീഡിയോ നമ്മൾ ചായ കുടിച്ചുകൊണ്ടാണ് തീർത്തത്. ഈ വീഡിയോ നമ്മൾ ചായ കുടിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെയൊക്കെയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞ വിഷമായിട്ട് എനിക്ക്. എന്നാലും നമ്മൾ സെറ്റായിട്ട് വരും. പക്കത്ര ശരി, അപ്പം അത്രേ ഉള്ളൂ. ശരിയാണ്. അപ്പൊ ശരിയെന്നാ പറഞ്ഞത്. അപ്പം ശരിയാണ്. പച്ചവെള്ളം പോലെ ഇരിക്കില്ലേ?